ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ സിൻറ്റാക്സ് ആണ്. ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, പാരന്തസിസിനകത്ത് ആർഗ്യുമെൻറ്റ് ടൈപ്പ്, ആർഗ്യുമെൻറ്റ് ലിസ്റ്റ്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ചെറിയ എക്സാമ്പിൾ വെച്ചാൽ ഫസ്റ്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ ഈ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത് ഏരിയ ഓഫ് സർക്കിളാണ്. ഓക്കെ, അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണാൻ നമുക്കൊരു റേഡിയസ് വേണം, പിന്നെ അത് റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ ഒരു വാല്യൂ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ടേബിൾ ഏരിയ റേഡിയസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ റേഡിയസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വേരിയബിൾ അല്ല, കോളം വാല്യൂ. അതേപോലെ തന്നെ അത് ഇൻറ്റീജറായി ഡിക്ലെയർ ചെയ്ത പോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതിനകത്ത് ആ ടേബിളിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ. ഇപ്പം റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ആ ഫംഗ്ഷൻ നെയിം എക്സിസ്റ്റ് ആണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റ് അങ്ങനത്തെ പറഞ്ഞ മെസ്സേജൊന്നും കാണിക്കാതെ ഓൾറെഡി ഉണ്ടെങ്കിൽ തന്നെ അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്രിയേറ്റ് ഓർ റീപ്ലേസ് ഫംഗ്ഷൻ നെയിം എന്നാണ് കൊടുത്തിരിക്കുന്നതാണ് കാൽ ഏരിയ. അത് യൂസർ ഡിഫൈൻ ഫംഗ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, പിന്നെ റിട്ടേൺസ് വോയിഡ് വെച്ചിട്ടാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കേളി ബ്രേസസ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഇവിടെ സിംഗിൾ കോട്ട്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. സിംഗിൾ കോട്ട്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, സിംഗിൾ കോട്ട്സ് വെച്ച് എൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യണം. ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് സിംഗിൾ കോട്ട്സിൽ നമ്മൾ ഏത് ലാംഗ്വേജ് ആണ്, അത് പ്രൊസീജറൽ പോസ്റ്റ്ഗ്രേ SQL ആണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് PG SQL എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. ഓക്കെ, പിന്നെ ഇതിനകത്തുള്ളതൊക്കെ നമ്മൾ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതിൽ ഡിക്ലെയർ എന്നുള്ള സെക്ഷനിൽ നമുക്ക് ലോക്കലായിട്ട് വേണ്ട വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്. ഓക്കെ, ഇവിടെ റേഡിയസും ഏരിയയും ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, കമ്പൈൽ ടൈം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങനത്തെയൊക്കെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ബിഗിൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ബിഗിനും എൻഡും അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മുടെ കാൽക്കുലേഷൻ പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യാം. ഇപ്പോൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം, എൻഡ് എന്ന് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ എക്സിറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരും, ലൂപ്പ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, എല്ലാ ലൈൻസും എൻഡ് വിത്ത് സെമി കോളൻ ആയിരിക്കും. ഓക്കെ, ഇനി ഇതിൻ്റെ താഴെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, എന്താണ് ക്രിയേറ്റ് ഫംഗ്ഷൻ, എന്താണ് റീപ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഒരു ഫംഗ്ഷൻ നെയിം, എന്താണ് ആർഗ്യുമെൻറ്റ് മോഡ്, എന്താണ് ആർഗ്യുമെൻറ്റ് നെയിം, എന്താണ് ആർഗ്യുമെൻറ്റ് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പ്ലനേഷനാണ് കഴിഞ്ഞത്. ഡീഫോൾട്ടായിട്ട് നമ്മൾ എന്ന് പറഞ്ഞിട്ടാണ് ആർഗ്യുമെൻറ്റ് മോഡ് കൊടുക്കുക. ആർഗ്യുമെൻറ്റ് മോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്രോഗ്രാമിനകത്തേക്ക് എൻട്രി ചെയ്യുന്നു എന്നുള്ളൊരു മീനിങ്ങാണ്. ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യുന്നു, ഒമിറ്റഡ് എന്ന് പറയില്ല നമ്മൾ, അതാണ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ബാക്ക് ടു ഫംഗ്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയാണ് റിട്ടേൺ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ആർഗ്യുമെൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഡാറ്റ ടൈപ്സ് ചെയ്ത് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. റിട്ടേൺ ടൈപ്പ്, കോളം നെയിം, കോളം ടൈപ്പ്, ലാംഗ്വേജ് നെയിം, അതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ജസ്റ്റ് ഗോ ത്രൂ ചെയ്യുക, അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ, ഡെഫിനിഷൻ എന്ന സെക്ഷനിൽ നമ്മൾ പ്രോസസ്സ് എന്താണോ അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡെഫിനിഷൻ സെക്ഷൻ. ആട്രിബ്യൂട്ട്സ്, നമ്മൾ എന്തൊക്കെ ആട്രിബ്യൂട്ട്സ് അതിനകത്ത് കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇതാണ് ഒരു ഫംഗ്ഷൻ ക്രിയേഷൻ, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻ ക്രിയേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്തത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. എന്താണ് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ? അതായത് മൾട്ടിപ്പിൾ ഇൻപുട്സ്, ഒരു റോനകത്ത് മൾട്ടിപ്പിൾ ഇൻപുട്സ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ ഇൻപുട്സിൽ നിന്ന് അതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു സിംഗിൾ റിസൾട്ട് തരുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് കൗണ്ട്, സം, ആവറേജ്, മാക്സ്, മിൻ എന്നൊക്കെ പറയുന്നത്. അതിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൗണ്ട് ആൻഡ് സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എണ്ണം ആ കോളത്തിനകത്ത് ഹൗ മെനി നമ്പേഴ്സ് ഓഫ് റോസ് എന്നുള്ള, അല്ലെങ്കിൽ ഹൗ മെനി നമ്പേഴ്സ് ഓഫ് വാല്യൂസ് എന്നുള്ളതാണ് കൗണ്ട് തരിക. കൗണ്ട് ഓഫ് സ്റ്റാർ എന്ന് പറഞ്ഞു കൊടുത്താൽ ടോട്ടൽ കൗണ്ട് നമുക്ക് കാണിച്ചു തരും.
സം ഓഫ് എന്ന് പറഞ്ഞ സം ഓഫ് ഒരു നമ്മൾ കോളം കൊടുത്തു കഴിഞ്ഞാൽ ആ സം ആഡ് ചെയ്തിട്ട് കാണിച്ചു തരും. ഇപ്പോൾ 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ കോളത്തിലെ വാല്യൂസ് വെച്ചെങ്കിൽ അത് ആ കോളത്തിൻ്റെ പേര് എക്സ് ആണെങ്കിൽ സം ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 1 + 2 + 3 + 4 + 5 എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്തിട്ടായിരിക്കും, അത് ആഡ് ചെയ്തിട്ടായിരിക്കും കാണിച്ചു തരിക. എന്നിട്ട് നെക്സ്റ്റ് ആവറേജിന് AVG എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, AVG എന്ന് പറഞ്ഞിട്ട് ആവറേജ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, ഇതവിടെ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ആവറേജിന് റിട്ടേൺസ് ആവറേജ് വാല്യൂ, കൗണ്ട് റിട്ടേൺസ് നമ്പർ ഓഫ് വാല്യൂസ്, മാക്സിമം റിട്ടേൺസ് മാക്സിമം വാല്യൂ, മിനിമം റിട്ടേൺസ് മിനിമം വാല്യൂ, സം റിട്ടേൺസ് സം ഓഫ് ഓൾ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ്. ഓക്കെ, ഇനി ഗ്രൂപ്പിംഗ് ഗ്രൂപ്പ് ബൈ സ്റ്റേറ്റ്മെൻറ്റ്, ഓർഡർ ബൈ ഹാവിങ് ക്ലോസ്, ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഇതിലെ എക്സാമ്പിൾസൊക്കെ ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രൂപ്പ് ബൈനെ കുറിച്ചും അതുമാതിരി തന്നെ ഓർഡർ ബൈ, ഇതൊക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അത് പറഞ്ഞില്ലല്ലോ എന്നുള്ള ടെൻഷൻ വേണ്ട, അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.